ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 6 ആണ്. ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഒരു ഹെയർ മാസ്ക് ആണ്. ഇതിൽ കാസ്റ്റർ ഓയിലാണ് ആവശ്യം. പിന്നെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, അത് വേണമെങ്കിൽ ഓപ്ഷണലാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അതായത് സ്കാൽപ്പ് ഇച്ചിങ് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അതൊന്ന് എടുക്കുക. പിന്നെ അലോവേറ ജെൽ, അത് നന്നായി ജെല്ലൊക്കെ എടുത്തിട്ട് മുള്ളൊക്കെ മാറ്റിയിട്ട് ഫ്രഷ് ആണെങ്കിൽ ലീഫൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് അത് ജെൽ മാത്രം എടുത്തിട്ട് നന്നായി മിക്സിയിൽ അടിക്കുക. പിന്നെ കാസ്റ്റർ ഓയിലും പിന്നെ ഒരു വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇവിടെ തലയോട്ടിലും മുടിയിലൊക്കെ ആവുന്നത് പോലെ നന്നായി തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായി പ്ലെയിൻ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്യുന്നതാണ് നന്നായിരിക്കും. പിന്നെ ഈ മാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇച്ചിനെസ് കുറയ്ക്കും സ്കാൽപ്പിലത്തെ. പിന്നെ കാസ്റ്റർ ഓയിൽ ഉള്ളതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കും. പിന്നെ ആലോവേറ എന്ന് പറയുന്നത് കണ്ടീഷനിങ് ചെയ്യും. മുടി റഫ്നെസ്സൊക്കെ ഡ്രൈനെസ് പ്രശ്നമുണ്ടെങ്കിൽ സ്പ്ലിറ്റൻ്റ് ഒക്കെ കുറയ്ക്കും. പിന്നെ താരനില്ലാണ്ട് മുടിക്കായ ഇല്ലാണ്ട് ഇത് മുടീനെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ സോഫ്റ്റായിട്ടുണ്ടാവും. പിന്നെ നല്ല ഒരു മോയ്സ്ചറൈസേഷൻ നിങ്ങളുടെ മുടിക്ക് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തതായി പറയാനുള്ളത് 1.5 ലിറ്ററോളം വെള്ളം കുടിക്കുക. പിന്നെ എന്ന് പറയുന്നത് സ്കാൽപ്പ് മസാജ്, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ വെളിച്ചെണ്ണയായിട്ട് ചെറിയ ചൂടോടെ തേക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ കാച്ചിയ എണ്ണ ഉണ്ടെങ്കിൽ അത് മാത്രം നന്നായി മസാജ് ചെയ്തിട്ട് വിടുക. നന്നായി ഒരു 5-10 മിനിറ്റ്സോളം നന്നായി ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്നതാണ് നന്നായിരിക്കും. ഇതിലൂടെ പറഞ്ഞതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. പിന്നെ താരൻ കുറയ്ക്കും, ഇൻഫെക്ഷൻസ് കുറയ്ക്കും. പിന്നെ എന്ന് പറയാനുള്ളത് ബാലയാം യോഗ. എല്ലാവർക്കും അറിയുന്നത് പോലെ നെയിൽ റബ്ബ് ചെയ്യുന്നത് 2 കൂട്ടത്തിലൂടെ കൂട്ടിച്ചേർത്തിട്ട് മെല്ലെ, ഒരുപാട് ഫ്രിക്ഷൻ കൊടുക്കാൻ പാടില്ല, 5 മിനിറ്റോളം റബ്ബ് ചെയ്ത് കൊടുക്കുന്നതാണ് നന്നായിരിക്കും. ഇത്രയാണ് ഡേ 6th ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഒരുപാട് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ മാത്രം ഇത് വെളിച്ചെണ്ണയോ ഇല്ലെങ്കിൽ കാസ്റ്റർ ഓയിലോ ഇല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ തേച്ച് കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് മോയ്സ്ചറൈസ് വെക്കുന്നതാണ് നിങ്ങളുടെ മുടി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.